അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇതുപോലത്തെ ഒരു ഫ്ലവറാണ്. ഇത് നടുക്ക് ഭാഗത്ത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കും. അതിനുശേഷം ഇവിടെ എല്ലാം നമുക്ക് ത്രെഡ് ഉപയോഗിക്കാം. ഇവിടെ സീക്വൻസ്, അങ്ങനെ ഒരു ഫ്ലവറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ചുരിദാറിനൊക്കെ ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് ചുറ്റും നമ്മൾ ഈ റൗണ്ട് ഇതുപോലത്തെ റൗണ്ടില്ലേ അതിന് ചുറ്റും നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ ഓരോ എതളുകൾ ഫില്ല് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ഇവിടെ നിന്ന് ആദ്യം നമ്മളൊരു ത്രെഡ് എടുത്തു. ഞാനാണെങ്കിൽ നീഡിൽ നമ്പർ 23 ആണ് ഉപയോഗിക്കുന്നത്. സിൽക്ക് ത്രെഡാണ് ഉപയോഗിക്കുന്നത്. 2 ഇഴയും എടുക്കുക, 1 ഇഴ എടുക്കുക, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. എന്നിട്ട് നമ്മൾ ഈ എൻഡിൽ ആദ്യം ഈ ഫസ്റ്റ് കാണുന്നിടത്തൊരു സ്റ്റിച്ച്, ഒരു ലോങ് സ്റ്റിച്ച്, ഒരു ഷോർട്ട് സ്റ്റിച്ചുമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഷോർട്ട് കൊടുത്തു, അതിന് തൊട്ട് മുകളിലേക്ക് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തു. നേരെ റിവേഴ്സ് താഴേക്ക് വരിക, ഇവിടെ ഒരു ഷോർട്ട്, പിന്നെ ഒരു ലോങ്, 2 സ്റ്റിച്ചാണ് നമ്മൾ താഴെ മുകളിലും കൊടുക്കുന്നത്. അതുപോലെ തന്നെ അടുത്തത് ഷോർട്ട്, പിന്നെ ഒരു ലോങ് സ്റ്റിച്ച്. അങ്ങനെ നമ്മൾ ഈ ഒരു ഇതിൽ മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇതുപോലെ തന്നെ പോവുക. ഒരു ലോങ്, ഒരു ഷോർട്ട്, ഒരു ലോങ്, അങ്ങനെ. കണ്ടോ, ഇങ്ങനെ എടുത്ത് പോവാം. മൂന്ന് സീക്വൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞ് രണ്ടെണ്ണം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ സ്റ്റിച്ച് ഇവിടെ തന്നെ. എന്നിട്ട് ഈ ത്രെഡ് ഉണ്ടല്ലോ, ഈ ത്രെഡിനെ നമ്മൾ നടുക്കോട്ട് കൊണ്ടുവരും. നടുക്കോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കും. പിന്നെ അടുത്തത് വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഫ്ലവറിന് നടുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നേരെ റിവേഴ്സ് എടുക്കുക. അങ്ങനെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾക്ക് ഇങ്ങനത്തെ മുത്തുണ്ട്. ഈ മുത്തുകളെ നമ്മൾക്ക് നടുക്ക് ഇങ്ങനെ നമുക്കിടെ ഇതിൻ്റെ എത്ര സൈസ് വേണം, ഇപ്പോൾ 3 or 4 എണ്ണം വെച്ച് റൗണ്ട് ഒരു ഫ്ലവർ പോലെ ഒരു ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച്. അതിന് നമ്മൾ സർദോസി ഈ നീഡിൽ ഉപയോഗിക്കുന്നില്ല, സാധാരണ നീഡിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം നമ്മളുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നടുക്ക് ചെറിയ പേൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചുരിദാറിലും ബ്ലൗസിലും 1 side സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. God bless you all. Please like and subscribe.